ചോക്ലേറ്റ് ബാർ ഉണ്ടാക്കാൻ കാരണമായ കൊക്കോക്കായ വെട്ടിപ്പൊളിക്കുന്നത് ഒരു കുട്ടിയാണ്. പക്ഷേ അവൻ തന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ചോക്ലേറ്റ് എന്താണെന്ന് രുചിച്ചു പോലും നോക്കിയിട്ടില്ല. 5 വയസ്സ് മാത്രം പ്രായമുള്ള അവന്റെ കൈകളേക്കാൾ വലുപ്പമേറിയ ഒരു വെട്ടുകത്തിയുമേന്തി 100 ഡിഗ്രിയിലധികം വരുന്ന കടുത്ത ചൂടിൽ 12 മണിക്കൂറോളമാണ് പണിയെടുക്കുന്നത്. സ്കൂളില്ല, കൂലിയില്ല, രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല. ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ ഇതൊന്നും 200 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഏതെങ്കിലും മറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യമല്ല. ഇത് ഇപ്പോൾ ഈ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാലി, ബുർക്കിന ഫാസോ എന്നീ രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കുട്ടികളെയാണ് ഐവറി കോസ്റ്റിലെയും ഘാനയിലെയും കൊക്കോ തോട്ടങ്ങളിലേക്ക് കടത്തുന്നത്. അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസവും പണവും മെച്ചപ്പെട്ട ജീവിതവും വാഗ്ദാനം ചെയ്യപ്പെടുന്നു. എന്നാൽ അതിനു പകരം അവർ ഈ തോട്ടങ്ങളിലേക്ക് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. പണിയിൽ അല്പം വേഗം കുറഞ്ഞാൽ ചിലരെ ക്രൂരമായി മർദ്ദിക്കും. ചിലരെ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ പൂട്ടിയിടും. മറ്റു ചിലർക്ക് തങ്ങളുടെ കുടുംബത്തെ പിന്നീട് ഒരിക്കൽ പോലും കാണാൻ പോലും സാധിക്കാറില്ല. അവർ വിളവെടുക്കുന്ന ഈ കൊക്കോ എത്തിച്ചേരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചോക്ലേറ്റ് കമ്പനികളായ നെസ്ലെ, മാഴ്സ്, ഹെർഷി, കാഡ്ബറി, ലിൻഡ് എന്നിവരുടെ വിതരണ ശൃംഖലകളിലേക്കാണ്. ലോകമെമ്പാടുമുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിരന്നിരിക്കുന്ന അതേ ബ്രാൻഡുകൾ തന്നെ. 2001 ഒരു ഡോക്യുമെന്ററി ഈ വ്യവസ്ഥിതിയെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ലോകം മുഴുവൻ കടുത്ത അമർഷത്തോടെ പ്രതിഷേധിച്ചു. ഇതിന് മറുപടിയായി ചോക്ലേറ്റ് വ്യവസായ ഭീമന്മാർ ഒരു വാഗ്ദാനം നൽകി. 2005ഓടെ കൊക്കോ ഉൽപാദന രംഗത്തെ ബാലവേല പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന് പരസ്യമായ പ്രതിജ്ഞയായ ഹാർക്കിൻ ഏംഗൽ പ്രോട്ടോകോൾ അവർ ഒപ്പുവെച്ചു. എന്നാൽ 2005 വന്നെത്തിയിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. അതോടെ അവർ സമയപരിധി നീട്ടി. ആദ്യം 2008ലേക്ക്, പിന്നീട് 2010, 2020, ഒടുവിൽ 2025ലേക്ക്. ഓരോ വാഗ്ദാനങ്ങളും വൈകിപ്പിച്ചു. ഓരോ സമയപരിധിയും ലംഘിക്കപ്പെട്ടു. അതേസമയം ഈ മേഖല കോടികളുടെ ലാഭം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. 2023 മാത്രം നെസ്ലെ $10 ബില്യൺ ലാഭമുണ്ടാക്കി. മാഴ്സ് $45 ബില്യൺ വരുമാനം നേടി. ഹെർഷി $11 ബില്യൺ കൊയ്തു. എന്നാൽ കുട്ടികളോ, അവർ ഇപ്പോഴും ആ തോട്ടങ്ങളിൽ തളയ്ക്കപ്പെട്ട് കിടക്കുന്നു. 2015 മുൻപ് ഇത്തരത്തിൽ അടിമകളാക്കപ്പെട്ട കുട്ടികൾ പ്രമുഖ ചോക്ലേറ്റ് കമ്പനികൾക്കെതിരെ കേസ് ഫയൽ ചെയ്തു. എന്നാൽ 2021 US സുപ്രീം കോടതി ഈ കേസ് തള്ളിക്കളഞ്ഞു. കാരണം എന്തെന്നാൽ ഈ പീഡനങ്ങളെല്ലാം നടന്നത് വിദേശത്തായതിനാൽ അമേരിക്കൻ കോർപ്പറേറ്റുകൾക്ക് നിയമപരമായി ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല എന്നതായിരുന്നു. ഇന്ന് പശ്ചിമാഫ്രിക്കയിലെ കൊക്കോ തോട്ടങ്ങളിൽ 1.5 മില്യൺ കുട്ടികൾ ഇപ്പോഴും പണിയെടുക്കുന്നുണ്ടെന്നാണ് അന്വേഷകർ കണക്കാക്കുന്നത്. കൂടാതെ 30,000-ലധികം കുട്ടികൾ അടിമവേലയ്ക്ക് ഇരയായിട്ടുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. അതായത് ലോകത്തിന് ആശ്വാസത്തോടെ ചോക്ലേറ്റ് കഴിക്കാനായി ഇന്ന് എവിടെയോ ഒരു കുട്ടി ഇരുട്ടിൽ വെട്ടുകത്തിയുമായി വിയർപ്പൊഴുക്കുന്നുണ്ട്. നമ്മുടെ കൈകളിലിരിക്കുന്ന ചോക്ലേറ്റ് ബാറുകൾ വെറും മിഠായികളല്ല, മറിച്ച് കുട്ടിക്കാലം നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് ബാല്യങ്ങളുടെ കരിഞ്ഞുപോയ സ്വപ്നങ്ങളാണ്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.